സുഹൃത്തുക്കളെ, നമ്മളിൽ മിക്കവാറും പലർക്കുമുള്ള ഒരു ശീലമാണ് ഒരു കാര്യം പിന്നത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാറുമുണ്ട്, അല്ലേ? കടന്നു പോകുന്ന സമയത്തെ പിടിച്ചു നിർത്താനാവുമോ നമുക്ക്? തിരിച്ചു കിട്ടുകയുമില്ല. ഞാനൊരു കഥ പറയാം. പണ്ട് ഒരു പട്ടണത്തിൽ ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. ഇദ്ദേഹം കുഴിമടിയനും നാളെയാകട്ടെ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ശീലമുള്ള ഒരാളായിരുന്നു. ഫലമോ, അവൻ എല്ലായിടത്തും പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ തുടങ്ങി. അവൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അധ്യാപകരും എന്നുവേണ്ട എല്ലാവരും അവനെ നിരന്തരം ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. പക്ഷെ അവൻ അതൊന്നും ചെവിക്കൊണ്ടേയില്ല. അവൻ ആ ശീലം തുടർന്നുകൊണ്ടേയിരുന്നു. അവൻ നിരന്തരം പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ തുടങ്ങി. അവനൊരു പരിഹാസ കഥാപാത്രമാകാൻ തുടങ്ങി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കളിയാക്കലുകൾ, കുറ്റപ്പെടുത്തലുകൾ നിരന്തരം കേട്ട് അവൻ വല്ലാതെ വിഷമിച്ചു. അവൻ ആ ശീലം മാറ്റാൻ കഴിഞ്ഞതേയില്ല. അങ്ങനെ ഇരിക്കെ ആ നാട്ടിൽ ബുദ്ധിസാമർത്ഥ്യത്തിന് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സന്യാസി എത്തിച്ചേർന്നു. ആളുകൾ അദ്ദേഹത്തെ കാണാൻ തിക്കും തിരക്കും കൂട്ടി. അങ്ങനെ നമ്മുടെ ചെറുപ്പക്കാരനും സന്യാസിയെ കാണാൻ തീരുമാനിച്ചു. തൻ്റെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായും സന്യാസി ഒരു പരിഹാരം കണ്ടെത്തി തരുമെന്ന് വിശ്വസിച്ചു. അങ്ങനെ സന്യാസിയെ കാണാൻ പോയ ചെറുപ്പക്കാരൻ ഏറെ സമയത്തെ കാത്തിരിപ്പിന് ശേഷം സന്യാസിയുടെ മുന്നിൽ എത്തി. എന്നിട്ട് സന്യാസിയോട് പറഞ്ഞു, സ്വാമി, ഞാൻ വളരെ വിഷമത്തിലാണ്. എന്നെക്കൊണ്ട് ഒരു കാര്യവും കൃത്യസമയത്ത് പൂർത്തിയാക്കാനോ വിജയിക്കാനോ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എവിടെയും ഞാൻ പരാജിതനും പരിഹാസ കഥാപാത്രവുമായി മാറുന്നു. അങ്ങ് ഇതിനൊരു പരിഹാരം നിർദ്ദേശിച്ചാലും. സന്യാസി വളരെ അനുകമ്പയോടുകൂടി മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരനെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് സമയത്തിൻ്റെ വില മനസ്സിലാകാത്തതാണ് നിന്റെ പരാജയത്തിന് കാരണം. ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാം. ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. രാജാവ് വളരെ ദയാലുവും പ്രജാക്ഷേമ തൽപരനുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവ് തൻ്റെ പഴയകാല സുഹൃത്തിനെ കണ്ടുമുട്ടി. അയാൾ വളരെ ദരിദ്രനും മടിയനുമായിരുന്നു. ഒരു ജോലിയുമില്ലാതെ, പണമില്ലാതെ, സമൂഹത്തിൽ ഒരു വിലയുമില്ലാത്തതിനാൽ അദ്ദേഹം അതീവ ദുഃഖിതനായിരുന്നു. സമൂഹത്തിൽ ആരും ഒരു ജോലി പോലും കൊടുക്കാൻ തയ്യാറായില്ല. അത് കണ്ട് രാജാവിന് അദ്ദേഹത്തോട് അനുകമ്പ തോന്നി. അദ്ദേഹം പറഞ്ഞു, നീ വിഷമിക്കേണ്ട. എൻ്റെ ഖജനാവിൽ ഇഷ്ടം പോലെ സ്വർണവും വിലപിടിപ്പുള്ള രത്നങ്ങളുമുണ്ട്. നിനക്ക് അവിടെ വന്ന് നിനക്ക് ആവശ്യമുള്ളത്ര എടുക്കാം. പക്ഷേ ഒരു ഉടമ്പടിയുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നത് വരെ മാത്രമേ നിനക്ക് സമയമുള്ളൂ. അതിനുള്ളിൽ നിനക്ക് പറ്റാവുന്നിടത്തോളം എടുത്തോളൂ. ഇത് കേട്ട സുഹൃത്ത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ഓടി തൻ്റെ ഭാര്യയോട് ഈ സന്തോഷ വാർത്ത പങ്കുവെച്ചു. ഭാര്യയ്ക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഭാര്യ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇനി സമയം കളാതെ വേഗം പോയി പറ്റാവുന്നിടത്തോളം സ്വർണവും രത്നങ്ങളും എടുത്തിട്ട് വരൂ. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് നല്ല വിശപ്പുണ്ട്. ആദ്യം എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരൂ, എന്നിട്ടാവാം, സമയമുണ്ടല്ലോ. അങ്ങനെ ഭാര്യ പെട്ടെന്ന് തന്നെ ലഞ്ചെല്ലാം പ്രിപ്പയർ ചെയ്തു. ഭക്ഷണമെല്ലാം ഒരുക്കി അയാൾക്ക് കൊടുത്തു. അങ്ങനെ ഭക്ഷണം വളരെ സാവധാനത്തിൽ, വളരെ ആസ്വദിച്ച് അയാൾ കഴിച്ചു തീർത്തു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഉറക്കം വരാൻ തുടങ്ങി. അയാൾ വിചാരിച്ചു, ഓ, ഇനിയും ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഒരു കുഞ്ഞു മയക്കത്തിന് ശേഷം ഖജനാവിലേക്ക് പോകാം. അങ്ങനെ അയാൾ കിടന്നു. ഇത്തിരി നേരം മയങ്ങാം എന്ന് വിചാരിച്ച അയാൾ പിന്നീട് ഉണർന്നത് 2 മണിക്കൂറിന് ശേഷമാണ്. അയാൾ ധൃതിയിൽ എണീറ്റു. നേരം ഒരുപാടായിരിക്കുന്നു എന്ന് കണ്ട അദ്ദേഹം ഖജനാവിലേക്ക് കയ്യിൽ കിട്ടിയ കുറേ സഞ്ചികളുമായി യാത്രയായി. കിട്ടുന്നതെല്ലാം എടുത്തിട്ട് ഇനിയുള്ള കാലം സുഖമായി ജീവിക്കണം എന്ന് വിചാരിച്ച് അയാൾ വേഗം നടന്നു നീങ്ങി. സൂര്യൻ ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. കനത്ത ചൂട് കാരണം അയാൾക്ക് ക്ഷീണം അനുഭവപ്പെട്ടു. അങ്ങനെ അയാൾ ഒരു മരം കണ്ടു. ആ മരത്തണലിൽ ഇത്തിരി നേരം വിശ്രമിക്കാമെന്ന് വെച്ച് ഇരുന്നു. സുഖകരമായ കാറ്റേറ്റ് അയാൾക്ക് നല്ല ഉറക്കം വന്നു. ഓ, ഇനിയും സമയമുണ്ട്. അങ്ങനെ പതിയെ അയാൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അങ്ങനെ ഒടുവിൽ അയാൾ ഉറക്കമുണർന്നത് 4 മണിക്കൂറിന് ശേഷമാണ്. ഒടുവിൽ അയാൾ പിടഞ്ഞെണീറ്റു. അപ്പോഴേക്കും വൈകുന്നേരമായി. സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാറായി തുടങ്ങിയിരുന്നു. അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ഓടാൻ തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം അവസാനം കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. പക്ഷേ അപ്പോഴേക്കും ഒരുപാട് താമസിച്ചിരുന്നു. ഇതിനോടകം
സൂര്യൻ അസ്തമിക്കുകയും കൊട്ടാരത്തിൻ്റെ കവാടം അടയ്ക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം വളരെ നിരാശയോടെ അവിടെ തലയിൽ കൈവച്ച് ഇരുന്നു പോയി. സമയത്തിന് വില കൽപ്പിക്കാത്തത് കൊണ്ട് പണക്കാരനാവാനുള്ള അപൂർവമായിട്ടുള്ള സൗഭാഗ്യമാണ് അയാൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് സന്യാസി മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരനെ നോക്കി. അവനൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവന് അവൻ്റെ തെറ്റ് മനസ്സിലാവുകയും ഇന്ന് വരെ ചെയ്തതിൽ ലജ്ജിക്കുകയും ചെയ്തു. തനിക്ക് നേരായ മാർഗം കാണിച്ചു തന്ന സന്യാസിയോട് നന്ദി പറയുകയും മാത്രമല്ല ഇനി മുതൽ തൻ്റെ പ്രവൃത്തികളിൽ തീർച്ചയായും മാറ്റം വരുത്തുകയും ചെയ്യുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. സമയം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് അവന് മനസ്സിലായി. അവൻ വീട്ടിലെത്തിയതിനു ശേഷം അവൻ്റെ ലക്ഷ്യത്തിലെത്താൻ കഠിനമായി പ്രവർത്തിക്കുകയും വിജയിക്കുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും അവൻ അവൻ്റെ ഒരു കാര്യവും പിന്നീടാവാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചതേയില്ല. ഫലമോ ജീവിതത്തിൽ പല വിജയങ്ങളും അവനെ തേടിയെത്തി. സമൂഹത്തിൽ അവൻ ബഹുമാനിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ മനസ്സിലായില്ല സുഹൃത്തുക്കളെ, സമയത്തിൻ്റെ വില എന്താണെന്ന്. ഇഫ് യു വിൽ വാല്യൂ യുവർ ടൈം, then time will value you. But if you will waste your time, then time will waste your whole life. നിങ്ങൾ നിങ്ങളുടെ സമയത്തിന് വില കൽപ്പിക്കുന്നുവെങ്കിൽ സമയം നിങ്ങൾക്ക് തീർച്ചയായും വില കൽപ്പിക്കുക തന്നെ ചെയ്യും. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ സമയം നിങ്ങളുടെ ജീവിതം തന്നെയായിരിക്കും നഷ്ടപ്പെടുത്തുന്നത്. താങ്ക് യു.